ഇതാണ് $1 ബില്യൺ ക്വസ്റ്റ്യൻ. അതാണ് ഡോക്ടർ ജിജി പോൾ. ഇപ്പോൾ ട്രംപിന്റെ ഒരു നിലപാട് നമുക്കറിയാം. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന താനൊരു പീസ് മേക്കറാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വീണ്ടും ഏറിയ ആൾ കൂടിയാണ്. മുൻ ഭരണാധികാരികളൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക സമ്പത്തൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പോയി വേസ്റ്റ് ആക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിനെതിരാണ് താൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാൾ. അതുപോലെ മാഗ ക്യാമ്പയിനൊക്കെ നമുക്കറിയാവുന്നതാണ് എന്താണ് അതിലൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഒരു നിലപാട് മാറ്റം ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടിരിക്കുന്നു. അദ്ദേഹം അത് ലോകത്തോട് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോയി എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? ഈ ഘട്ടത്തിൽ അത് ഇസ്രയേലിന് വഴങ്ങി എന്ന് പറയുമ്പോൾ പോലും എന്തായിരിക്കാം അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ് താങ്കൾ കരുതുന്നത്, ഡോക്ടർ ജിജി പോൾ? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്ന ഒരു കാര്യങ്ങൾക്കും തീർച്ച കൽപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് പറയുന്ന ട്രംപ് അതേസമയം രഹസ്യമായിട്ട് അമേരിക്കയോടൊപ്പം ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിട്ട് സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറയാം. വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്ത സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കാസ് വാർ ഓൺ ടെറർ മീൻസ് വാർ അഗൻസ്റ്റ് ഓൺലി ഇസ്ലാം. ഇത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക തീവ്രവാദത്തിൻ്റെ കുട പിടിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്തർദേശീയ തലത്തിൽ എവിടെയെല്ലാം ശ്രമിക്കുന്നു ആ ശ്രമങ്ങളെല്ലാം ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ്, ഇസ്ലാം വിശ്വാസ രീതികൾക്ക് എഗൻസ്റ്റായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലും അത് തന്നെയാണ് നടക്കുന്നത്. കാനഡയിൽ നടന്ന ഉച്ചകോടി സമ്മേളനത്തിൽ അയാൾ ഇറങ്ങിപ്പോയി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഫ്രാൻസ് ഇറാൻ അനുകൂലമായിട്ടും ഇസ്രായേലിന് എഗൻസ്റ്റായിട്ടും ഒരു നിലപാട് സ്വീകരിക്കുന്ന ഘട്ടം വന്നപ്പോഴേക്കും മിസ്റ്റർ മാക്രോണിനെ വിളിച്ചിട്ട് പരസ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്ഥിതി വരെ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾക്ക് സ്ഥിരത കൽപ്പിക്കുവാൻ ലോകം ഇന്ന് വിമുഖത കാണിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് ഇറാനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇറാന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ഷോർട്ട് ടൈമുണ്ട്, ലോങ് ടൈമുണ്ട്. 17 പരം ലോങ് ടൈം മിസൈലുകളുണ്ട്. 33 പരം അന്തർവാഹിനി കപ്പലുകളുടെ ഒരു നിര തന്നെ ഉണ്ട്. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്ന് അമേരിക്കയുടെ ഏക എയർക്രാഫ്റ്റ് സംവിധാനമായിട്ടുള്ള F-14 എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക പോലും ഉപയോഗിക്കുന്നില്ല. അതും ഇന്ന് ഇറാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറാനെ നമ്മൾക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടു. ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു അത് ശക്തി ആർജിച്ചല്ല. പക്ഷേ തീർച്ചയായിട്ടും നിരീക്ഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാം ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ അതിരൂക്ഷത എന്താണെന്ന് പുറത്തു വരും. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡായിരുന്ന മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയുടെ കോൺവോയെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു. അന്ന് പുലർച്ചെ ഇസ്രയേലിനെ തിരിച്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാൻ വേണ്ടി ഇറാൻ്റെ ഉന്നത ഭരണകൂടം തീരുമാനമെടുത്തതാണ്. പക്ഷേ അന്ന് യൂറോപ്യൻ യൂണിയനും അറബ് യൂണിയനും സംയുക്തമായിട്ട് ചേർന്ന് ഇറാനെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ അന്ന് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്തർദേശീയ തലത്തിൽ വലിയ തോതിൽ തിരിച്ചടിക്ക് ഇടയാക്കുമായിരുന്നു. പക്ഷെ അതിൽ അവർ ശാന്തത കാണിച്ചു. ഖാസിം സുലൈമാനി വധം ഇന്ന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അവരുടെ 12 പരം മുൻനിര കമാൻഡർ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 5 പരം ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇറാൻ്റെ 33% ഇന്ന് വേദനയിലും കണ്ണുനീരിലും പട്ടിണിയിലും കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, കുടിവെള്ളമില്ല, സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അങ്ങനെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഈറ്റില്ലമായിട്ട് പറയപ്പെടുന്ന ഇറാൻ എന്ന് പറഞ്ഞ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിധ്വനി ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം ഇന്ന് അധിനിവേശ ശക്തികളുടെ മുമ്പിൽ അടിയറ വയ്ക്കാൻ വേണ്ടി ഉള്ള നെട്ടോട്ടത്തിലാണ്. ഇത് എത്ര കാലം തുടരും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടെ, സമാധാനം വളരെ അടുക്കയുണ്ട്. പക്ഷെ ആ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. കൈകൾ എന്ന് സ്വതന്ത്രമാകുമോ അന്ന് ഈ യുദ്ധം അവസാനിക്കുക എനിക്ക് തോന്നുന്നുണ്ട് വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം ഒരുപക്ഷെ സോൾവ് ആയിരിക്കാം. അല്ല, അതായത് താങ്കൾ പറയുന്ന ഇറാൻ അങ്ങനെ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തും എന്നുള്ളതാണ് താങ്കൾ പ്രതീക്ഷ വെക്കുന്നത്, ഡോക്ടർ ജിജി? തീർച്ചയായിട്ടും കാര്യം നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയ്ക്ക് ആർമി ബേസ് ഉണ്ട്.
ഈ ആർമി ബേസ് ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ട് ബഹ്റിൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് പേടിയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലുള്ള US ബേസിനെ ഇറാൻ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അഭിമാനത്തെക്കാട്ടി ഉപരിയായിട്ട് അവർക്ക് കോടിക്കണക്കിന് പ്രതിശീർഷ വരുമാനത്തിൽ നഷ്ടം വരും. അപ്പോൾ ആ പ്രശ്നം അവർക്ക് ഒത്തുതീർപ്പാക്കണം. യൂറോപ്യൻ യൂണിയൻ സജീവമായിട്ട് ഇടപെടുകയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ 2 എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്ന് വരികയുണ്ടായി, ഇറാൻ്റെ അടുക്ക വരികയുണ്ടായി. അപ്പം ഇസ്രയേലിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മിസ്റ്റർ ഇസ്രയേലി കട്സ് പറയുകയുണ്ടായി, ഇത് ചൈന ഇറാനെ സഹായിക്കുകയാണത്. ബട്ട് ലേറ്റർ അവർ വിദേശകാര്യ വകുപ്പുമായിട്ട് ചൈനയുമായിട്ട് അവർ ടോക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ ബാറ്റിൽ ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഇസ് എ ഹ്യൂമാനിറ്ററി എയ്ഡാണെന്ന് പറഞ്ഞ് ആ പ്രശ്നം അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു വളരെ അടുക്കെ തന്നെ ഈ പ്രശ്നം സോൾവ് ആകും. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇറാൻ എല്ലാ മേഖല